ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഒന്നും ചെയ്യാത്ത ഒരു പ്രധാനമന്ത്രിയെ ഉയർത്തി കാണിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ പടം വെക്കണം, അദ്ദേഹത്തിന്റെ ഗ്രോട്ടോ അത് സെൽഫി പിടിക്കണം. എന്തൊരു അപഹാസ്യമായ രീതിയിലാണ് ഭരണകൂടങ്ങൾ അധപ്പതിക്കുന്നത്. ഞാൻ അപ്പൊ ഇത് കാണുമ്പോൾ ഇത്രയും പറയുമ്പോൾ എനിക്ക് തോന്നുകയാണ്, നരേന്ദ്രമോദി അദ്ദേഹം ലോക പ്രശസ്തനാണ്, അന്താരാഷ്ട്ര തലത്തിൽ അദ്ദേഹം ആദരിക്കപ്പെടുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത്, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഡെഫിനിഷൻ ഉണ്ടാക്കുകയാണ്. നരേന്ദ്രമോദി ഈസ് ഈക്വൽ ടു ജയ്ശങ്കർ മൈനസ് സവർക്കർ. അതായത് നരേന്ദ്രമോദിയിൽ നിന്ന് ജയ്ശങ്കറിനെ അടർത്തി മാറ്റിയാൽ പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് സവർക്കർ എന്ന ആ ഹിന്ദുത്വവാദിയെ മാത്രമായിരിക്കും. അപ്പൊ നരേന്ദ്രമോദി ആഗോള തലത്തിൽ ഉയർന്നു നിൽക്കുന്നുവെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം ആ IFS ഓഫീസർ, റിട്ടയർഡ് IFS ഓഫീസർ ജയ്ശങ്കർ ആണ്. അദ്ദേഹമാണ് ആഗോള തലത്തിൽ ഇദ്ദേഹത്തിന്റെ മുഖഛായ നന്നാക്കാനുള്ള മാർഗങ്ങൾ എങ്ങനെയൊക്കെ എന്ന് അദ്ദേഹം പറയേണ്ട വാക്കുകൾ എന്തൊക്കെയെന്ന്, അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം എന്ന്, ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെ പഠിപ്പിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ജയ്ശങ്കറിനെ ഓർത്ത് നമുക്ക് ഇദ്ദേഹത്തോട് ക്ഷമിക്കാം. പക്ഷേ ഇന്ത്യയിലെ ജനം ഒറ്റക്കെട്ടായി നിന്ന് എതിർക്കണം. എന്താണ് എതിർക്കേണ്ടത്? നരേന്ദ്രമോദിയുടെ മുഖമല്ല റേഷൻ കടകളിൽ കാണിക്കേണ്ടത്, അദ്ദേഹത്തോടൊപ്പം നിന്നല്ല സെൽഫി എടുക്കേണ്ടത്, ഭാരതമാതാവിനോടൊപ്പം നിന്ന് സെൽഫി എടുക്കട്ടെ. അല്ലാതെ വേറെ ഒന്നിനോടും ചേർന്ന് നിന്നല്ല നാം സെൽഫി എടുക്കേണ്ടത്. ഏതെങ്കിലും ആരാധനാക്രമത്തോടോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നിനോടും ചേർന്നല്ല, ഭാരതമാതാവിനോട് ചേർന്ന് നിന്ന് ഭാരതമാതാവിന്റെ പടം പ്രദർശിപ്പിക്കട്ടെ. ഭാരതമാതാവ് ഫുഡ് സെക്യൂരിറ്റിയിലേക്ക് ഇന്ത്യയെ ഉയർത്തിയല്ലോ എന്നോർത്ത് അതുപോലെ തന്നെ ഭാരതമാതാവിനോട് ചേർന്ന് നിന്ന് സെൽഫി എടുക്കട്ടെ. അതല്ലാതെ ഒരു കാരണവശാലും ഒരു ഡെമോക്രസിയിൽ, ഇത് ഡെമോക്രസി ആണെങ്കിൽ, അല്ലെങ്കിൽ കോടതി പറയട്ടെ ഇന്ത്യ ഒരു ഡെമോക്രസി അല്ല, ഇന്ത്യ ഒരു സെക്യുലർ ഇന്ത്യ അല്ല എന്ന് കോടതി പറയട്ടെ. അപ്പോ നമുക്ക് ഇതൊരു ഡിക്റ്റേറ്റർഷിപ്പാണ് എന്ന് പറയട്ടെ. അങ്ങനെ പറയുമ്പോൾ നമുക്ക് സെൽഫി എടുക്കാം, ഗ്രോട്ടോ ഒരുക്കാം, എല്ലാം ചെയ്യാം. അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഇന്ത്യക്കാരാ, എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഒരിക്കലും ഇതിന് നിങ്ങൾ നിന്നു കൊടുക്കരുത്.